ഹായ് ഹലോ എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ അമ്മമ്മ മരണപ്പെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. എല്ലാവരെയും ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് രേഷ്മാസ് ഡയറിയിലേക്ക്. ചില ദിവസങ്ങൾ അതിരാവിലെയും തുടങ്ങും, ചില ദിവസങ്ങൾ വൈകിയും തുടങ്ങും. അങ്ങനെ വൈകി തുടങ്ങിയ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വ്ലോഗിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ നിമിഷത്തിനും അതിൻ്റെ സ്വന്തം കഥ പറയാനുണ്ടാവും. ഇന്നത്തെ ദിവസം വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളോടെയാണ് ആരംഭിക്കുന്നത്. രാവിലെ തന്നെ അടുക്കളയിൽ പുട്ടൊരുങ്ങി കഴിഞ്ഞു കേട്ടോ. പുട്ടും പഴവും ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ അമ്മൂമ്മ മരണപ്പെട്ടതിൻ്റെ 16 കഴിഞ്ഞിട്ടില്ല. കുഴിമൂടൽ ചടങ്ങുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സഞ്ചന്യം എന്ന് പറയും. അപ്പോൾ അത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഞ്ചന്യം കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി കുഞ്ഞമ്മമാരെല്ലാവരും പോയിട്ടുണ്ട്. ഇനി 16 ആ ഒരു ചടങ്ങിലേക്ക് വരും. ഇപ്പോൾ വീട്ടിൽ ഞാനും കുഞ്ഞമ്മയും അമ്മയും പാർത്തനും അപ്പൂപ്പനും ഒക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇപ്പം ഒന്നിച്ച്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മീൻ വെട്ടി കറി വെക്കാനുള്ള തയ്യാറെടുപ്പ്. കൂട്ടത്തിൽ മത്തി ഉണ്ടായിരുന്നു. അപ്പോൾ മത്തി വറുത്തിട്ട് മങ്കടയോ ചൂരയോ എന്തോ മീനായിരുന്നു കേട്ടോ. അത് വറുത്തരച്ച് കറി വെക്കാനും അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടീസാണ് അടുക്കളയിൽ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചൂടൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളൊരു ഷാർജ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒക്കെ കുടിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഉച്ചയൂണിൻ്റെ സമയമായി കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മങ്കട കറിയും പിന്നെ മത്തി വറുത്തതും മെഴുക്ക് വരട്ടിയും ഒരു നാരങ്ങ അച്ചാറും ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കത്തേക്ക് കഴിക്കാൻ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് റേഡിയോയിലെ പാട്ടാണ് കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ചായ ടൈമായിട്ടുണ്ട്. അപ്പോൾ ചായ കുടിക്കുകയാണ്. ചായ നല്ല ചൂടായിരുന്നു. എടുത്തൊരു മോന്തി ആഹാ സൂപ്പർ പൊള്ളിപ്പി. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വൈകുന്നേരമായി. അച്ഛൻ കുറച്ച് കൃഷി സ്ഥലത്തുനിന്ന് നമ്മുടെ വീടിൻ്റെ പുറകെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് വെള്ളമൊഴുക്കും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ഒരു ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ രേഷ്മാസ് ഡയറി എന്ന കുടുംബത്തിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തേക്ക് ഇത്രമാത്രം. വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി പുതിയ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.